കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഒരു ബൗളിനകത്തേക്ക് 2 കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അധികം പശയില്ലാത്ത പച്ചരി വേണം പാലപ്പത്തിനെടുക്കാൻ. ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് ഞാൻ കുതിരാനായി മാറ്റി വെക്കുന്നുണ്ട്. 5 മണിക്കൂറിന് ശേഷം ഞാൻ ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അരി ഞാനിവിടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വലിയ ജാർ എടുത്തത് കൊണ്ട് അരി ഒന്നിച്ചിട്ടിട്ടാണ് അരയ്ക്കുന്നത്. നിങ്ങളുടെ ജാർ ചെറുതാണെന്നെങ്കിൽ 2 പ്രാവശ്യമായി അരച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരി ഞാനിവിടെ നന്നായി അരച്ചത് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റുന്നുണ്ട്. കപ്പി കാച്ചിയെടുക്കണം. ഇതിനായി ഒരു പാത്രത്തിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ അരി അരച്ച മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തണിഞ്ഞു വരുന്നവരെ നമുക്കിതിവിടെ സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇവിടെ മിക്സിയുടെ ജാറിനകത്തേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ ചോറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചോറിന് പകരം അവലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തണിയാനായി എടുത്തു വെച്ചിരുന്ന കപ്പി കാച്ചിയത് ഇത് നന്നായി തണിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം അരച്ചു വെച്ചിരുന്ന അരിയുടെ കൂട്ടിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരിയുടെ മിക്സിനകത്തേക്ക് ഇത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ തവ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇതിൻ്റെ റെസ്റ്റിംഗ് ടൈമിലും വ്യത്യാസമുണ്ടാകാം. നല്ല തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു 8-9 മണിക്കൂർ ഇത് പൊങ്ങാനായി വേണ്ടി വരും. ഇവിടെ ചെറിയൊരു ചൂടുള്ള കാലാവസ്ഥയായതുകൊണ്ട് തന്നെ ഒരു 8 മണിക്കൂർ സമയം ആവുമ്പോഴേക്കും ആവശ്യത്തിന് മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടുതൽ സമയം നമ്മൾ ഈ തവ ഉപയോഗിച്ച് കുത്തി അതിലെ ആ എയർ ബബിൾസ് ഒന്നും കളയാനിട വരരുത്. അപ്പോൾ ഇത് ചെറുതായിട്ട് തന്നെ ഉപ്പെല്ലാം നന്നായി മിക്സ് ആവുന്നവരെ നമ്മൾ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് പാലപ്പം ചുട്ടു തുടങ്ങാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് 1-2 തവി മാവ് ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ പാലപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കറക്കിയെടുത്തതിന് ശേഷം 1 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് കവർ ചെയ്യാൻ. കാരണം അതിലെ ആ എയർ ബബിൾസ് എല്ലാം ഒന്ന് വരുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പാലപ്പം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഇൻസ്റ്റൻ്റായി ചുടുന്ന കുറേ പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ട്രഡീഷണലായി ചുടുന്ന പാലപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്സ് എല്ലാം കമൻസായി താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ ചാനലിൻ്റെ തൊട്ടടുത്തുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.
അതിനടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പാലപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് കമൻസ് എല്ലാം താഴെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.